के 8 आयत में ऐसा हम पढ़ते हैं कि അവിടെ എഴുതിയിരിക്കുന്നത് പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട കൈസരിയിലെത്തി 70-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു എന്നുള്ള ഭാഗമാണ് എന്റെ ചിന്തയിൽ പെട്ടെന്ന് വന്നത്. 21-ന്റെ വാക്യം. 21वां अध्याय उसके 8वां आयत में प्रेरितों के कामों में ऐसा लिखा है, दूसरे दिन हम वहां से चलकर कैसरिया में आए और फिलिपोस सुसमाचार प्रचारक के घर में जो सातों में से एक था जानकर उसके यहाँ रहे. അപ്പൊ ഈ അതിന്റെ ഒരു തലക്കെട്ടിടാനായിട്ട് എനിക്കുള്ളത്, എവിടെയും സഞ്ചരിക്കുകയും എവിടെയും പാർക്കുകയും എന്ത് കിട്ടിയാലും കഴിച്ച് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ദൈവവേലയുടെ വേലക്കാര് എന്നുള്ളതാണ് എന്റെ ചിന്താഗതി. हमें उसका शीर्षक ये है कि परमेश्वर का जो सेवक लोग ऐसा है कि कहां पर भी भेजा जाएगा तो जाना है, जो कुछ मिलेगा तो खाना है, जहां रहने के लिए मिलता है वहां रहना है, हर एक कामों में उनके साथ मिलके जाना है कि वैसा ही मेरा चिंता है. അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിലും അങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:43. प्रेरितों के काम 9वां अध्याय उसका 43 आयत में भी हम ये देखते हैं. പിന്നെ അവൻ തോൽക്കൊലനായ ശിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. और पत्रोस ने योफा में शिमोन नामक किसी चमड़े के धंधा करने वाले के यहाँ बहुत दिन तक रहा है. അപ്പോൾ പത്രോസ് ആരാ? ഈ തോൽക്കൊല്ലൻ ആരാ? ये पत्रोस कौन है और ये चमड़ा का धंधा करने वाला कौन है? പക്ഷേ സ്വർഗരാജ്യത്തിന്റെ അധികാരത്തിന്റെ താക്കോല് കയ്യിലുള്ള പത്രോസാ പോയി ഒരു തോൽക്കൊല്ലന്റെ വീട്ടിൽ ചെന്ന് താമസിക്കുന്നത്. स्वर्ग राज्य को खोलने के लिए कुंजिया हाथ में मिला हुआ जो अधिकार पाया हुआ पत्रोस ये चमड़ा के धंधा करने वाले के घर में जाके रहता है. തന്റെ പ്രവർത്തനം കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. उनके सेवकाइयों के द्वारा हजारों लोग उद्धार में आ रहा है. താൻ കൈ കൊടുത്താൽ മുടന്തന്മാർ ചാടി എഴുന്നേൽക്കും. उसने जब ये हाथ बढ़ाता है तो लंगड़े लोग खड़ा हो जाता है. താൻ ഒരു വാക്ക് പറഞ്ഞാൽ കള്ളം പറയുന്നവൻ താഴെ വീണ് മരിക്കും. അനന്യാസും സഫീറായും. पत्रोस अगर एक बात बोलेगा तो जो झूठ बोलने वाला नीचे गिर के मर जाता है, अनन्या सफीरा के समान. സകല ശക്തിയും അധികാരവും കയ്യിലുള്ളതാണ് ആളാണ് പത്രോസ്. सारे शक्ति और अधिकार अपने हाथों में लिया हुआ व्यक्ति है पत्रोस. പക്ഷെ അദ്ദേഹം ചെന്ന് താമസിക്കുന്ന ഒരു തോൽക്കൊല്ലന്റെ വീട്ടിലാ. लेकिन वो अभी रहता है एक चमड़ा का धंधा करने वाला व्यक्ति के घर में. പൗലോസിനേക്കാൾ വലിയ ഒരു ജ്ഞാനിയായതും ധനികനുമായ പാരമ്പര്യം പറയാൻ കൊള്ളാവുന്നതായ പൗലോസ് ചെന്ന് താമസിക്കുന്നത് ഒരു സുവിശേഷകന്റെ വീട്ടിലാ. जैसे बोलने के लिए परंपरा से बोलने के लिए बहुत कुछ है और जो ज्ञानी है सब कुछ प्राप्त किया हुआ एक व्यक्ति है पौलोस, वो जाके रहता है एक सुसमाचार प्रचार करने वाले के घर में. ഈ മഹാനായ മനുഷ്യൻ ഈ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കണമെന്ന് വരികിൽ നമ്മുടെ ഇടയിൽ നമുക്ക് അതിന് മാന്യത കിട്ടത്തില്ല. ये महान व्यक्ति है जो फिलिपोस के घर में जाके रहने के जैसा अगर हमारा जीवन में है तो हमें उतना आदर नहीं मिलेगी. ഈ പൗലോസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠനങ്ങള് മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ये पौलुस के बारे में बहुत कुछ पढ़ाई हम पहले समय में हमें मिल गया है. പക്ഷേ അതിന്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ उसके 20वां अध्याय में हम देखते हैं कि ഞാൻ ആസ്യയിൽ വന്ന, അത് 18-ാമത്തെ വാക്യം മുതൽ, ഞങ്ങൾ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എപ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. हम कहते हैं, यहाँ पर हम पढ़ते हैं कि अर्थात बड़ी दीनता से और आंसू बहा कर और उन परीक्षाओं में जो यहूदियों के षड्यंत्र के कारण मुझ पर पड़ी है और
प्रभु में सेवा करते ही रहा। എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി വേറെയാണ്. लेकिन आज के हमारा जिंदगी का रीति रिवाज अलग हो गया है। ഒരു സ്ഥലമാറ്റം കിട്ടിയാൽ എത്ര പേര് അവിടെ ഉണ്ട്, എന്തോ വരുമാനം കിട്ടും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. अगर हमारे सामने ऐसा पड़ा है कि कोई कलीसिया में हमें कलीसिया से दूसरा कलीसिया में भेजा जाता है, पहले ये जांच करेंगे वहां पर कितने लोग आ रहा है, वहां पर कितना हमें आर्थिक आशीष मिलेंगे, वो सब हम ढूंढते हैं। അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ മാവേലിക്കര ഇവിടുന്ന് ഈ എന്റെ ഭാര്യയെ കൊണ്ടുള്ള ഈ ടൂ വീലർ ആണ് 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അതിന്റെ മുഴുവൻ എടുക്കാവുന്ന മുഴുവൻ ജ്യൂസ് എടുത്തതാ. എന്നാലും കിട്ടിയ സമയം കളയാതെ പോയി വരിക. ഞാൻ മാറാൻ ആഗ്രഹിച്ചു. ഒരു ദൈവദാസന് അങ്ങോട്ട് പോസ്റ്റിംഗ് കൊടുത്തു. അദ്ദേഹം വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. അയലോക്കത്തൊക്കെ തിരക്കി, എത്ര വിശ്വാസിയുണ്ട്, എന്തോ വരുമാനം കിട്ടുമെന്നൊക്കെ തിരക്കി അദ്ദേഹം പോയി. प्रेज़ द लॉर्ड। मैंने जो अभी सेवकाई करते हुए जगह में जा रहा है, एक टू व्हीलर लेके और पत्नी जा रहा है। वो कम से कम 1,00,000 किलोमीटर उसको गाड़ी चलाया है। जितना उसको चलाना है ज्यादा से ज्यादा चलाया गया है। लेकिन वहां से जो आने जाने के विषय में वहां पर और एक प्रभु के दास को रखने के लिए उन्हें बुलाया गया है। वो पास्टर आके पूरा आजू बाजू के सभी लोगों को जासूस किया है कि ये कलीसिया में कितने लोग आ रहा है, कितना उधर पैसा मिलता है, सब कुछ ढूंढ के वो चले गया है। അപ്പോൾ ഇവിടെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്ന് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. इधर हम 20वां अध्याय उसके 18 और 19वां आयत में हम पढ़ता है कि पहले ही दिन से जब मैं आसिया में पहुंचा, मैं हर समय तुम्हारे साथ किस प्रकार रहा है, अर्थात बड़ी दीनता से और आंसू बहा बहा कर, और उन परीक्षाओं में जो यहूदियों के षड्यंत्र के कारण मुझ पर पड़ी थी। ഇന്ന് ഉത്തരഭാരതത്തിലെ കർത്താവിന്റെ വേല വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. आज उत्तर भारत में परमेश्वर का सेवकाई के लिए बहुत कुछ रुकावटें हैं। അത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. हम सब न्यूज के जरिए ये सब सुन रहा है। പല ദൈവദാസന്മാരും കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട പല സംഭവങ്ങളുണ്ട്. कई सारे प्रभु के सेवक लोग बहुत मुश्किल से अपना जान बचा कर गया हुआ अवसर है। എന്റെ കണക്കൂട്ടിൽ ആ കഷ്ടപ്പെടുന്ന വേലക്കാരെ വിളിച്ച് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. मेरा विचार ऐसा है कि वैसा कष्ट उठाने वाला परमेश्वर के दासों को बुलाकर उन्हें हियाब देना हमारा काम है। കാരണം അവർ പ്രാണൻ ത്യജിച്ചാണ് അവർ കർത്താവിന്റെ വേല ചെയ്യുന്നത്. क्योंकि वह अपने प्राण को भी त्याग देकर परमेश्वर का सेवकाई कर रहा है। അങ്ങനെ വേല ചെയ്യുന്നവരെ കർത്താവിന്റെ നാമത്തിൽ ധൈര്യപ്പെടുത്തേണ്ടിയ ഉത്തരവാദിത്വം നമ്മുടേതാണ്. ऐसा करने वाला लोगों को प्रभु में हियाब देकर उन्हें आगे बढ़ाने का जिम्मेदारी हमारा है। പൗലോസ് പറയുന്നു, ഞാൻ വളരെ കണ്ണുനീരോടും അത് മാത്രമല്ല യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകള്. पौलुस कहता है कि मैं बहुत कष्ट उठाते हुए, बहुत पीड़ा उठाते हुए, अर्थात जो दीनता से आंसू बहाकर और जो यहूदियों का जो षड्यंत्र में भी मैं फंसा हुआ है। പൗലോസ് പറയുന്നു, നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ പ്രയോജനം നിങ്ങൾക്ക് വരുമെന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചില്ല. आमीन। पौलुस कहता है, इसी कष्ट उठाने के समय में भी तुम्हारे जो फलदायक आने वाला कोई भी विषय को मैंने छुपा कर नहीं रखा है। അത് തന്നെയല്ല, പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് ഉള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതെന്ന് പറഞ്ഞു. आमीन। यह कहता है, और जो जो बातें तुम्हें लाभ की थी उनको, उन बातों को मैं लोगों के सामने हर घर घर सिखाने के कभी भी जो जिज्ञासा। അങ്ങനെ ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. वरन यहूदियाम और यूनानियों के सामने गवाही देता रहा कि परमेश्वर की ओर मन फिराना और हमारे प्रभु यीशु मसीह पर विश्वास करना चाहिए। എന്നാൽ ഇപ്പോൾ എനിക്കൊരു വിളി കിട്ടിയിരിക്കുന്നു.
अब लेकिन मुझे अब एक बुलाहट आ गया है। 22ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 22वां आयत में ऐसा कहता है कि 22 ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. और अब देखो मैं आत्मा में बांधा हुआ यरूशलेम के जाता हूँ। ചില സമയങ്ങളിൽ ചില ദൈവദാസന്മാർക്ക് ചില നിയോഗങ്ങൾ, ചില വിളികൾ ഉണ്ടാകും. कुछ समय में कुछ परमेश्वर के दासों को कई सारे बुलाहटें आता है। ഫിലിപ്പോസിന് ഒരു വിളി ഉണ്ടായി, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയിക്കൊള്ളുവാൻ. फिलिप्पोस को एक बुलाहट आया है कि तुम गसा के जो निर्जन देश में जाओ। ഒന്നും സംശയിക്കാതെ പോയത് കൊണ്ട് ഒരു ക്ഷണനെ സ്നാനപ്പെടുത്തിയെടുക്കാനിടയായി. वहाँ कोई भी संदेह के बिना वहां जाने के कारण वहां पर एक कोजा को बपतिस्मा देने के लिए मौका मिला है। 21ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ ഫിലിപ്പോസിന്റെ വീട്ടിൽ 4 പെൺപിള്ളാര് കന്യകമാരായിട്ടുണ്ട്. ये 21वां आयत में हम देखे हैं कि इसी फिलिपोस का घर में 4 जवान लड़की लोग हैं सेवाई करने वाली। ഇവിടെ ഈ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. यहाँ इस लड़कियों के शादी भी नहीं हुआ है, അവര് കന്യകമാരാണ്. वो कन्या है, പക്ഷേ അവര് പ്രവചിക്കുന്നവരാണ്. लेकिन उन लोग भविष्यवाणी करने वाले हैं। അവിടെ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 6ാം അധ്യായത്തിൽ പറഞ്ഞു, ഇവര് മേശയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനാക്കിയിരുന്നവരാണ്. हाँ, प्रेरितों के कामों में हम देखते हैं कि इन लोग मेष में जब भोजन दिलाने वाला व्यक्ति लोग थे। എന്നാൽ ആ ഫിലിപ്പോസിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. उसी फिलिपोस के ऊपर परमेश्वर की आत्मा के सामर्थ्य थे। ഒരു വലിയ മഹാനായ ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തിയത്. एक महान व्यक्ति को उसने बपतिस्मा दिया है। എന്നാൽ അവരുടെ പുറകെ തിരിഞ്ഞു നിന്നില്ല. അവരുടെ പൈസയ്ക്ക് വേണ്ടിയും പിള്ളേരുടെ കല്യാണ ചെലവിന് വേണ്ടിയും ചോദിക്കാൻ നിന്നില്ല. लेकिन ये फिलिपोस ने उस व्यक्ति को बपतिस्मा देने की बात उनसे पैसा मांगने के लिए, अपने बेटियां का शादी नहीं हुआ उनके लिए मदद के लिए वो उनके पीछे नहीं गया है। ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. परमेश्वर की आत्मा फिलिपोस को वहां से उठा के लगी गया। അപ്പോൾ സോർ എന്ന പട്ടണത്തിലേക്ക് തങ്ങൾ തിരിച്ചു വന്നു. हमें उसने शोर के जो शहर में वापस आया। അവിടെ ഈ 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിന്റെ വീട്ടിലാണ് പൗലോസും തന്നോടുകൂടെ ഉള്ളവരും വന്നിരിക്കുന്നത്. हमें उस जो संगति में से आया हुआ फिलिपोस के घर में पौलोस और उनके साथ लोग वहां, उनके साथ का जो लोग भी वहां बैठा है। നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ് മാർത്തയുടെയും മറിയയുടെയും നഗരമായ ബഥാനിയ എന്ന് പറയുന്നത്. हम जानते हैं एक इतिहास है कि मार्ता और मरिया का जो बदानिया का हो, മാതാപിതാക്കളില്ലാത്ത 3 മക്കൾ അവിടെ വസിക്കുന്നു. जो माँ बाप नहीं है वहां 3 बच्चे लोग वहां जी रहा है। എന്നാൽ ആ വീട്ടിലാണ് കർത്താവായ യേശുവും 12 ശിഷ്യന്മാരും വരുന്നത്. लेकिन उसी घर में यीशु मसीह और 12 चेला उन घर में आ रहा है। 13 പേർക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ കൊച്ചു കാര്യങ്ങളല്ല. हमें इतने लोगों को भोजन बनाना वो छोटी बात नहीं है। ഈ 13 പേർക്ക് ആഹാരം എങ്ങനെ ഉണ്ടാകും അത് ചിന്തയല്ല. हमें लिए 13 लोग आया है, उनके लिए भोजन कैसा तैयार करो वो भी चिंता नहीं है। ഇതുപോലെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം മേടിച്ച ഒരു കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. वैसा ही भोजन देकर आशीष पाया हुआ एक परिवार को हम देखते हैं कि अब्राहम का परिवार। പക്ഷേ സാറായോടുകൂടെ ദാസിദാസന്മാരുണ്ടായിരുന്നു. लेकिन साराई के साथ ये मदद करने के लिए दासी दास लोग भी थे। അവരോട് പറഞ്ഞു, ഒരു കാളക്കുട്ടിയെ അറുത്ത് കൊണ്ടുവന്ന് വലിയ ഭക്ഷണം അവിടെ ഒരുക്കിയത്. उनको बोला एक बछड़ों को काट कर एक भोजन तैयार करो। उसने एक बड़ा भोजन उधर तैयार किया है। കാരണം സാറായിക്ക് അധികം കഷ്ടപ്പെടേണ്ട, കാരണം ദാസിദാസന്മാര് കൂടെയുണ്ട്. क्योंकि उस घर में साराई को ज्यादा बोझ उठाने की जरूर नहीं है कि वहां पर दास दासी लोग हैं। അപ്പോൾ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ദാസിദാസന്മാരുടെ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. मार्ता और मरिया के घर में हम देखते हैं कि वहां पर कोई दासी दास लोग है ही नहीं। ഈ മാർത്ത വളരെ അധ്വാനിക്കുകയാണ് ഇവർ വരുമ്പോ ഭക്ഷണം കൊടുക്കാനായിട്ട്. लेकिन ये मार्ता ने बहुत मेहनत करने वाली है। ये यीशु मसीह और उनका लोग आएगा तो उनको भोजन तैयार ഏതായാലും കർത്താവും ശിഷ്യന്മാരും ആ പട്ടണത്തിൽ വന്നാൽ ഇവരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. कि यीशु मसीह वो चेले लोग है जब भी बथानिया गांव में आएगा तो मार्ता और मरिया रहते हुए घर में ही रहता है। അങ്ങനെ ചെയ്തത് കൊണ്ട് അവരുടെ വീട്ടിൽ വന്ന വലിയ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തി കൊടുത്തു. ऐसा रहने के कारण उनके घर में आया हुआ सबसे बड़ा एक समस्या थी, उसको परमेश्वर ने छुटकारा दिया। ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു.
प्रभु ने ऐसा एक वचन कहा है, കർത്താവിന്റെ ദാസൻ എന്ന് കരുതി ഒരുവൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ലെന്ന് പറഞ്ഞു. तुम प्रभु के दास समझकर एक गिलास पानी अगर पिलाएगा तो भी तुम्हें उसका प्रतिफल ना मिलते हुए तुम नहीं जाएंगे. നിങ്ങൾ എന്നോട് ക്ഷമിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നു. आप मुझे माफ करना, ये बोलकर मैं एक बात बोलना चाहता हूँ. കർത്താവിന്റെ വേല ഒരു ആദായ സൂത്രമെന്ന് കണ്ട് വിദേശത്തുനിന്ന് പണം വരുത്തി വസ്തുക്കളും തോട്ടങ്ങളും കെട്ടിടങ്ങളും സമ്പാദിച്ച പല പലര് आमेन, जो प्रभु का सेवकाई को अपना आमेन कमाई के लिए इस्तेमाल किया हुआ, उसी लोग बारगांव से पैसा सब मंगवा के, सेवकाई के नाम से पैसा मंगवा के अपने लिए जमीन धन दौलत जमा किया हुआ कई सारे घराने. പക്ഷേ ഇവരുടെയൊക്കെ മക്കൾ അമേരിക്കയിലാണ്. इनके सब बच्चे लोग अमेरिका में हैं. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സൂക്ഷിക്കാനില്ല, വിൽക്കാനും ഒക്കത്തില്ല, വിറ്റ് കഴിഞ്ഞ് ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകാനും ഒക്കത്തില്ല. हाँ, उनके जो माँ बाप लोग मरने के बाद उस जमीन बेच नहीं सकता है, वो उसको कुछ कर भी नहीं सकता है, उसको बेच कर वो पैसा लेके अमेरिका में बच्चे लोग जा भी नहीं सकता है. അതുകൊണ്ട് ഇവർക്ക് അനുഭവിക്കാൻ ഒക്കുന്നില്ല. മറ്റോരിത് കൂട്ടിവെച്ച് അവർ കടന്നും പോയി. हाँ, इसलिए वो बच्चे लोग उसको इस्तेमाल करने के लिए, उनको उपयोग करने के लिए नहीं हो रहा है, लेकिन वो जमा किया हुआ माँ बाप लोग ये दुनिया छोड़ के चले भी गया है. മാതാപിതാക്കള് പോയി കഴിഞ്ഞപ്പോൾ മക്കൾ ഇവിടെ വന്ന് വിറ്റും പെറുക്കിയും ദാനധർമ്മം ചെയ്തും അത് നശിപ്പിച്ചിട്ട് പോവുകയാണ്. आमेन, जब माँ बाप गुजर जाने के बाद ये बच्चे लोग आकर उस हमें धन संपत्ति को बेचकर दूसरों को देख के ऐसा उसको बर्बाद कर देता है. ഇവിടെ ചിലരുടെയൊക്കെ ഭൂമി കിടപ്പുണ്ട്, വിൽക്കാൻ പോലും ഒക്കത്തില്ല, വിറ്റാൽ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കത്തില്ല. हाँ, कुछ लोगों के जमीन ऐसा पड़ा रहा है कि उनको बेच नहीं सकता है, बेच के वो बच्चे लोगों को ले भी नहीं सकता है. ഇത് സുവിശേഷത്തിന് വേണ്ടി വാങ്ങിയ പണമായത് കൊണ്ട് ഇവർക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോകുന്നു. ये सुसमाचार के नाम से कमाया हुआ, इसी कारण उन लोगों को उस संपत्ति अनुभव करने के लिए, उसका फल उठाने के लिए नहीं होगा. കാലത്തും ഇതുപോലെ കൂട്ടിവെച്ചവരൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ യേശുവോ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരോ ആരും അങ്ങനെയുള്ളവരുടെ വീടുകളിലോട്ട് പോയില്ല. आमेन, जो चेलों के समय में भी ऐसा किया है, कई लोग जमा किया, लेकिन यीशु मसीह उनके चेले लोग कभी भी ऐसा घरों में गया नहीं. ഈ ഫോട്ടോ ഈ ഗ്രൂപ്പിലിടുമ്പോൾ ഞാൻ തോമസ് മാസ്റ്റർ പോയി ഈ ഗ്രാമങ്ങളിൽ ഗ്രാമീണരോട് ചേർന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് ഭാഷയിടുന്നത് കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. आमेन, मैंने ग्रुप में देखता है कि थॉमसन पास्टर ने जब गांवों में जाकर वहां के साधारण लोगों के साथ बैठ के भोजन करते हुए, उनके साथ सेवकाई करते हुए सब कुछ मैंने देखते हैं. ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച അനേകരുടെ പേര് ഈ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. प्रभु के सेवक लोगों को, प्रभु के बच्चों को भोजन देकर आशीष पाया हुआ बहुत लोगों के नाम बाइबल में लिखा हुआ है. ഇവിടെ ഈ പട്ടണത്തിൽ വന്നപ്പോൾ പൗലോസിന് പാർക്കുവാൻ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അതവരുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന ധാരാളം പേര് അവിടെ കാണാൻ വഴിയുണ്ട്. आमेन, इस शहर में आने के समय उनके जो पोजीशन के अनुसार, मतलब उनके नाम के अनुसार उन्हें संभालने के लिए कई सारे लोग उस शहर में है. എന്നാൽ ഫിലിപ്പോസിന്റെ വീട്ടിലാണ് ഇവർ ചെന്നത്. लेकिन ये पौलोस और बाकी लोग सीधा गया है फिलिपोस के घर में. പക്ഷേ നേരത്തെ അവര് പറഞ്ഞതായിരുന്നു, നീ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് അഗബോസ് എന്ന് പറഞ്ഞ ഒരാള് എഴുന്നേറ്റ് പറഞ്ഞതായിരുന്നു. क्योंकि अगबोस करके एक व्यक्ति ने भविष्यवाणी किया था, उसी बात तो पौलुस कहता है, मैं आत्मा में बांधा हुआ अब यरूशलेम की ओर जा रहा हूँ. പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്, പ്രശ്നങ്ങളിലൂടെ പോകുകയുള്ളെന്ന് പ്രവചനം പറഞ്ഞിരുന്നു. पवित्र आत्मा हर बार उनको ये चेतावनी देता गया है कि तुम जाते हुए जगह में तुम्हें सारे समस्या होने वाला है, प्रॉब्लम होने वाला है करके उन्हें आत्मा समझाते रहा. 20-24 എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞു. 24वां आयत में हम देखते हैं कि इधर कहता है, परंतु मैं अपने प्राण को कुछ नहीं समझाता हूँ. യോനായിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് യോനാ വെയിൽ കൊള്ളുന്നത് കണ്ടപ്പോൾ ഒരു ആവണക്കിന്റെ ഒരു വൃക്ഷം അവിടെ വളർത്തി കൊടുത്തു തണലിന് വേണ്ടി. योना भविष्यद्वक्ता ने अपनी सेवकाई सब करने की बात, जब धूप में बैठा था, उसके धूप उसको लग रहा है, वो देखकर परमेश्वर ने उसको एक झाव का पेड़ खड़ा कर दिया.
അവിടെ ആ വൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒരു പുഴുവിനോട് പറഞ്ഞു, നീ ചെന്നത് കുത്തി ഉണക്കിച്ചു പോരാൻ പറഞ്ഞു. ये झाऊ के झाड़ के बीच नीचे योना बैठने के समय परमेश्वर ने एक कीड़ा से कहा है कि तू जाके उस झाड़ को नाश कर दे। ദൈവം തമ്പുരാന്റെ സൃഷ്ടിപ്പിലുള്ളതായതുകൊണ്ട് പുഴു അതിവേഗം മരുഭൂമിയിൽ കൂടെ ഓടുകയാണ്. परमेश्वर का सृष्टि के कारण उस हमें जो कीड़ा है परमेश्वर की आज्ञा सुनकर मरुस्थल में होकर जा रहा है। എന്റെ സങ്കല്പത്തിൽ പുഴുവിനോട് എല്ലാരും ചോദിക്കും, നീ എവിടാ പോകുന്നത് എന്ന്. मेरा विचार ऐसा है कि कई लोग उस कीड़ा से पूछेगा तू कहाँ जा रहा है। എന്റെ സൃഷ്ടിതാവ് പറഞ്ഞതനുസരിച്ചേ നോക്കൂ, മരുഭൂമിയിൽ എന്നെ ആരെങ്കിലും ചവിട്ടിക്കൊല്ലുമോ, ഈ ചൂട് കൊണ്ട് ചത്തുപോകും, ഇതൊന്നും പുഴുവിന് വിഷയമല്ല. आमीन। उसने ऐसा कहा कि मुझे मेरा जो सृष्टिकर्ता परमेश्वर ने मुझे बोला है, आज्ञा दिया है, वो पालन करने के लिए मैं जा रहा हूँ। इस धूप का इस मरुस्थल में नाश होएगा क्या या कोई मुझे लात मारेगा क्या, ये मुझे चिंता नहीं है। എന്റെ ജീവനല്ല പ്രശ്നം, എനിക്ക് ജീവൻ തന്നവൻ പറഞ്ഞതനുസരിക്കുന്നതായ പ്രശ്നം എന്ന് പറഞ്ഞു. आमीन। मेरा जीवन मुझे मेरे लिए बड़ा नहीं है, मुझे जीवन दिया हुआ जो परमेश्वर है वो मुझे बोला हुआ काम मैं करना चाहिए। ആ പുഴു പറയുന്നത് എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി കരുതുന്നില്ല. आमीन। उस कीड़ा भी यही बोलेगा, मेरा प्राण को मैं बहुमूल्य नहीं समझ रहा हूँ। എന്നെ സൃഷ്ടിച്ചവൻ പറഞ്ഞിരിക്കുന്നു പോക എന്ന് പറഞ്ഞു, പ്രതികൂലം അവിടെ സാധ്യമല്ല. मुझे सृष्टि किया हुआ जो व्यक्ति ने मुझे कहा है तू जाओ, उसी समय कोई भी प्रतिकूल आएगा तो भी मुझे कुछ तकलीफ नहीं है। അതാണ് അപ്പോസ്തലപ്രവൃത്തി 20:24 പറഞ്ഞത്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. इसी कारण प्रेरितों के 20वां अध्याय उसके 24वां आयत में कहता है कि परंतु मेरा प्राण को मैं बहुमूल्य नहीं समझ रहा हूँ। എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. वरन यह कि मैं अपने दौड़ को और उस सेवकाई के पूरी करूं जो मैंने परमेश्वर के अनुग्रह के सुसमाचार पर गवाही देने के लिए प्रभु यीशु में जो पाई है। ഇതാണ് സുവിശേഷത്തിന്റെ ആത്മധൈര്യം. ये है सुसमाचार का आत्मीय हियाब। എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ജീവനായിക്കൊണ്ടെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. क्या खाएंगे, क्या पिएंगे, क्या पहनेंगे करके तुम अपने शरीर के लिए चिंता मत करो करके यीशु ने कहा है। പൗലോസ് ആ വരവ് വന്നത് ഫിലിപ്പോസിന്റെ വീട്ടിലാണ്. पौलुस आमे सीधा ये फिलिपोस के घर में आया है। ഫിലിപ്പോസിന്റെ വീട്ടിലെ പരിസ്ഥിതി നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. फिलिपोस का घर का जो हालत क्या है हम सिर्फ सोच सकता है। 4 പെൺപിള്ളാരെ കെട്ടിക്കാൻ വീട്ടിലുണ്ട്. 4 लड़की लोग अपने घर में है, शादी नहीं हुआ है। ഈ സമയത്താണ് ഒരു കൂട്ടം സുവിശേഷകർ അവിടെ ചെല്ലുന്നത്. इसी समय एक सुसमाचार के प्रचार करने के लिए कई लोग वहां पर आ रहा है। അതിന്റെ 10ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, उसके 10वां आयत में हम ऐसा पढ़ते हैं कि ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തു എന്നാ വായിച്ചത്. हम उस घर में बहुत दिन रहना पड़ा है। ഇല്ലായ്മക്കാരനോടുകൂടെ മറ്റില്ലായ്മക്കാരോടും വന്നു കയറുന്നു അവിടെ. हमें जगह उनके पास कुछ नहीं थे, उसी समय दूसरा लोग भी उनके घर में आ रहा है। മറ്റില്ലായ്മക്കാരനോട് വന്നപ്പോൾ അവനോടുകൂടെ സഹതാപം കാണിക്കുവാൻ ഇവര് 2 കൂട്ടർ തയ്യാറായി. हमें उनके पास कुछ नहीं है, जो लोग आया था उन्हीं के लिए भी मदद करने को ये दोनों एक साथ मेल मिलाप किया है। കഷ്ടതയിൽ ഇരിക്കുന്നവനോടുകൂടെ കഷ്ടപ്പെടുന്നവരും വന്നു കയറി. जो कष्ट में या संकट में बैठा है उनके साथ जो संकट में पड़ा हुआ लोग भी आके बैठ गया। അങ്ങനെ ഇരിക്കുമ്പോൾ അതിലും വലിയ അനർത്ഥം തങ്ങൾക്ക് വന്നു കയറുന്നു. ऐसा समय में उससे भी बड़ी एक अनर्थ उनके घर में आ रहा है। അതാ 10ാം വാക്യത്തിൽ വായിക്കുന്നത്, വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. जब हम वहां बहुत दिन तक रह चुके तो अगबोस नामक एक बहुसंत व्यक्ति यहूदियों में से आया है। അപ്പോൾ അവിടെ ഏത് ദൈവദാസന്മാര് ഉണ്ടോ അവരെല്ലാം ഫിലിപ്പോസിന്റെ വീട്ടിലാ വരുന്നത്. तो ये ऐसा है कि कोई भी प्रभु का सेवक लोग वहां पर रहेगा तो भी वो फिलिपोस के घर में आता है। സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളെ തന്റെ ഇടമായിട്ട് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? हमें सुसमाचार के गवाह बनने वाला परमेश्वर के बच्चों, हम ही आपके साथ बोल सकते हैं क्या? 40 വർഷത്തിലധികമായി കർത്താവിന്റെ വേലയിൽ ഞാനുണ്ട്. 40 साल से अधिक परमेश्वर का सेवकाई में मैं खड़ा हूँ। ഒരു ദൈവദാസൻ ചെന്നാൽ ഒരു ചായ ഇട്ട് കൊടുക്കാൻ മടിയാണ്, ബുദ്ധിമുട്ടാണ്.
आमीन। एक परमेश्वर के दास जाएगा तो उन्हें एक चाय पिलाने के लिए भी कई लोग ये पीछे हटता है। ഭർത്താക്കന്മാർ ആക്ഷൻ കാണിക്കും, അങ്ങ് എല്ലാം ചെയ്യും, ഭാര്യമാര് കല്ലുപോലെ അവിടെ വർത്താനം പറയാൻ വന്ന് നിൽക്കും. हमें पति लोग ऐसा हाथ दिखा के कुछ आसन बता के बोलेंगे ऐसा करने के लिए, लेकिन कुछ पति लोग ऐसा जो पत्थर के समान खड़ा हो जाता है बात करके। പ്രസംഗവേദി കിട്ടിയാൽ മതി, പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ചാണ് ചാടിയാണ് പ്രസംഗിക്കുന്നത്. हाँ, अगर जो भाषण देने के लिए कोई जगह मिलेगा तो हाथ पैर हिला के ऐसा मार के आमीन चिल्ला कर ऐसा भाषण देता है। അവർക്ക് ശാരീരിക സുഖം അനുഭവിക്കണം. वहां पर भी शारीरिक जो सुख प्राप्त करना। അവരുടെ കൈ എച്ചിൽ പാത്രം കഴുകാനുള്ളതല്ല. हमें उनके हाथ जो जूठा जो बर्तन है वो धोने के लिए नहीं है। ഞാൻ ഒരിക്കലും പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണ്, എന്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിക്കാൻ ചെന്നപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ അവളോട് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ചോദിച്ചു, സഭയാണ്, പലതരത്തിലുള്ളവർ വരും, അവരുടെ എച്ചിൽ പാത്രം നീ കഴുകുമോ എന്ന് ഞാൻ ചോദിച്ചു. मैंने एक बार ये इसी प्लेटफॉर्म में बताया था कि मेरा बेटा का शादी के लिए मैं लड़की देखने के लिए गया, तो उस समय उसका माँ बाप के सामने उस लड़की से मैंने ऐसा बातें किया है कि ये कलीसिया चलाने वाला है, उस कलीसिया में बहुत सारे लोग आएंगे, उनका सब जो खाके छोड़ते झूठा बर्तन धोने के लिए तुम तैयार है क्या पूछा। കഴുകുമെന്ന് പറഞ്ഞു. उसने बोला मैं धोऊंगा। നിന്നെ മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞു. मैं बोला केवल तुम हमें चाहिए। ജിജോ പാസ്റ്ററുടെ ഭാര്യ അറിയാവുന്നവർക്ക് അറിയാം, ചെയ്തോ ചെയ്യുന്നോ എന്നുള്ളത് അറിയാം എല്ലാവർക്കും. हमें जो पास्टर का पति को जो जानने वाला तो जानते हैं कि वो करते हैं क्या नहीं करते। അപ്പോൾ നമ്മൾ എല്ലാ സേവയ്ക്ക് വേണ്ടി ശുശ്രൂഷകന്മാരാണെന്ന് അതിന്റെ പേര്. इसके मतलब ये है कि हम सब सेवकाई के लिए जो सेवकाई लिया हुआ लोग है वो सेवकाई करना चाहिए। ഇവിടെ അടുത്ത സമയത്ത് ഒരു സുവിശേഷകൻ വന്നു. यहाँ पर बीच में एक सेवक आया है। അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചു. उसने मुझे पूछा सेवकाई है क्या। അപ്പൊ എനിക്ക് അർത്ഥം മനസ്സിലായി. मुझे उसका मतलब समझ में आया। ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. मैंने कहा है। എന്റെ ഭാര്യയെ ഞാൻ ശുശ്രൂഷിക്കുന്നു, ഭാര്യ എന്നെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞു. मैंने कहा है मेरा पत्नी को मैंने सेवा करता है, पत्नी मेरा सेवा करता है। അപ്പൊ എന്റെ മുഖത്തെ ഇംപ്രഷൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തോ ആയിട്ട് ചിന്ത വന്നു. मेरा मुंह के मेरे चेहरे देख के उसको दूसरा कुछ लगा है। ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. मैंने कहा तुमने जो मुझे सवाल किया उसके मतलब मुझे समझ में आया है। ഇനി മേലിൽ അങ്ങനെ ഒരാളോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. अभी आज के बाद कभी भी ये सवाल किसी से नहीं पूछे। ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹോസ്പിറ്റലിലെ നേഴ്സ്. हॉस्पिटल में जो काम करने वाला एक नर्स बोलेगा तो उसका मतलब क्या है। അവള് ചെയ്യുന്നത് ശുശ്രൂഷയോ? वो करते हुए सेवकाई नहीं है क्या। ഇന്ന് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന ശുശ്രൂഷയാ. आज दुनिया में सभी लोग जो करता है सेवकाई है। അപ്പൊ ഒരു ദൈവദാസനോട് ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവന്റെ മനോനില തെറ്റിയതാണ് എന്റെ കാരണം. आमीन। जो एक सुसमाचार प्रचार करने वाले एक सेवक को मुंह देखकर या सेवकाई है क्या करके पूछने के मतलब जो पूछने वाला व्यक्ति का कुछ प्रॉब्लम है। എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് വളരെ ഗൗരവമായി പറഞ്ഞിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, ഇനിയും മേലിൽ അങ്ങനെ ചോദിക്കരുത്. उनको आमीन अपने गौरव के साथ उन्हें समझाया। उसके बाद उन्हें यही बताया कि आज के बाद ये सवाल और किसी से ना पूछना। നിങ്ങൾ ചോദിച്ചത് സഭയുടെ ശുശ്രൂഷ ഉണ്ടോ? ഞാൻ ചോദിച്ചത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. आप पूछा है कि कलीसिया का सेवकाई अभी भी है क्या करके आपने पूछा है, मैं समझता हूँ। പക്ഷേ ചോദിച്ച ട്യൂണ് തെറ്റിപ്പോയി, ഇനി മേൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. आपने जो सवाल किया है उसका ट्यून तो अलग हो गया है, आज के बाद ऐसा नहीं बोलना। എന്നാൽ ഇവിടെ വായിക്കുകയാണ്, ഈ ഫിലിപ്പോസിന്റെ വീട്ടിലെ ആൾക്കാരെല്ലാവരും ചെന്ന് കയറുന്നത്. यहाँ पर हम देखते हैं कि ये फिलिपोस के घर में बहुत सारे लोग आ रहा है। ഈ പൗലോസും കൂടെ ഉള്ളവരും ഉണ്ട് ഇവിടെ. पौलोस और उनके साथ वाला भी वहां बैठा है। അപ്പോഴാണ് ദൂരെ അഗബാസ് എന്ന് പറയുന്ന ഒരാളൂടെ ഇവിടെ വന്നു. तभी और दूर से अगबस करके एक व्यक्ति भी वहां पर आ गया। വന്നവിടെ പാടി പ്രാർത്ഥിച്ചിട്ട് പോയാ പോരായോ? आके प्रार्थना गीत गा के प्रार्थना करके जाने के लिए काफी है। പക്ഷേ പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് उसने जो पौलोस का आमेन अंगूठा लिया है, തന്റെ കൈകാലുകളെ കെട്ടി, ആരുടെ? പ്രവാചകന്റെ കൈകാലുകളെ കെട്ടി. उसे बहुशंद व्यक्ति ने अपने हाथ पैरों को बांधा। ഈ കരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. उसने ऐसा कहा है कि जिस मनुष्य का जो यह फटक का है
उसको यरूशलेम में यहूदी लोग इसी रीति से बांधा जाएंगे कहा। അവരെല്ലാവരും പറഞ്ഞു പൗലോസേ നീ യെരൂശലേമിൽ പോകരുത്. ये सुनकर उधर का सभी लोगों ने कहा है कि हे पौलुस तुम यरूशलेम की ओर मत जाना। 13-ാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ കരഞ്ഞ ഹൃദയം ഇങ്ങനെ തകർക്കരുതെന്ന് പറഞ്ഞു. तेरा आयत में पौलुस ऐसा कहता है कि आमे तुम ऐसा रोक कर मेरा दिल को ऐसा तोड़ो मत। കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞു. प्रभु यीशु मसीह के लिए मैं मरने के लिए भी तैयार होके जा रहा हूँ। ഇന്ത്യക്ക് 3 സേനകളാണുള്ളത്. ഇന്ത്യക്ക് अब भारत को 3 सेना है। ഒന്ന് കരസേന, एक है प्रेज़ द लॉर्ड जो किनारे में जो खड़ा होने वाला जो सेना है, കരസേന, വായുസേന, സമുദ്ര കടൽ സേന. जो समुद्र की एक सेना है और एक वायु सेना है और एक आमेन जो जमीन का या किनारे का जो सेना है। ഈ സേനകൾക്ക് 3 ചാവേർപ്പട എന്ന് പറയുന്നുണ്ട്. സുസൈഡ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ये तीनों सेना में जो सुसाइड करने वाला मतलब दूसरों के बीच में जाके अपने आप को भी मर के देश को बचाने वाला एक सेना है। അവരെ ഒന്നും ആദ്യം യുദ്ധത്തിന് ഇറക്കി വിടത്തില്ല. അവരെ ആദ്യം യുദ്ധത്തിന് ഇറക്കി വിടത്തില്ല. जो पहले लड़ाई में जाने के समय इन लोगों को नहीं भेजा जाता है। ഏറ്റവും ഒടുവിൽ അവരെ വിടത്തുള്ളൂ. सबसे आखिरी में इन सेना को भेज देता है। കാരണം ഇവര് പോകുക ശത്രുവിനെ നശിപ്പിക്കുക, ഇവര് നശിക്കുക. क्योंकि ये झुंड जाएगा तो शत्रुओं को भी नाश कर देता है, अपने आप को भी उधर खत्म कर देता है। ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ ഒരു സുസൈഡ് സ്കോർ, ഒരു ചാവേർപ്പട പോലെ ആയിരിക്കണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. वचन हमें यही सिखाता है कि ये परमेश्वर का सेवकाई के लिए निकला हुआ व्यक्ति है, अपने आप को जो खत्म करने के लिए तैयार होके जाना चाहिए। പൗലോസ് പറയുന്നു ഞാൻ ക്രിസ്തുവിന് മരിക്കാൻ ഇറങ്ങിയതാ, പിന്നെ എന്നെ സുഖം നോക്കണോ എന്ന് ചോദിച്ചു. पौलुस पूछता है कि मैं मसीह के लिए मरने को निकला हुआ है, फिर मेरा सुख विलास को मैं क्यों देखूं? എനിക്ക് കർത്താവിന് വേണ്ടി മരിക്കണം. मुझे यीशु मसीह के लिए मरना चाहिए। ഞാൻ മരിക്കാൻ തയ്യാറായി നടക്കുക. मैं मरने के लिए तैयार होके जा रहा हूँ। അതാണ് ഒരു സുവിശേഷകന്റെ വിലയും നിലയും എന്ന് പറയുന്നത്. वो है एक सुसमाचार प्रचार करने वालों का जो आमेन स्थायी है और उनका जो बल भी वही है। നമ്മൾ പത്രോസിന്റെ കാര്യം 9-ാം അധ്യായത്തിൽ വായിച്ചു. पत्रोस के बारे में हम 9वां आयत में पढ़ा है। അത് 9-ാം അധ്യായത്തിൽ പുതിയ സഭയ്ക്ക് വേണ്ടിയ 9 ഗുഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ये 9वां अध्याय में देखते हैं कि परमेश्वर का सेवकाई के लिए जो गड़ा किया हुआ 9 लोगों के बारे में। അതിന് 32-ാമത്തെ വാക്യമാണ് പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. आमीन। उसी में हम देखते हैं कि पत्रोस सभी जगह में प्रचार करते हुए और जो पवित्र लोगों के पास भी पहुंच गया है। ഒരിക്കൽ ദൈവം തമ്പുരാൻ കൊർന്നലിയോസിന്റെ വീട്ടിൽ ദർശനം കൊടുത്തു. एक बार पत्रोस को कोर्नेलियुस के घर में जाने के लिए एक दर्शन दिया है। പത്രോസ് പറഞ്ഞു ഞാൻ പോകത്തില്ല, ഈ അശുദ്ധവും മലിനവും ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. पत्रोस ने कहा है कि मैं कभी वहां नहीं जाऊंगा, ये अशुद्ध वस्तुओं कुछ भी मुझे नहीं चाहिए। എന്നാൽ പത്രോസ് അവിടെ ചെന്നു. लेकिन पत्रोस वहां पर जाना पड़ा। അവരോട് സുവിശേഷം അറിയിച്ചു. उनसे सुसमाचार प्रचार किया। ആദിയിൽ എന്നപോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. जो पहले के समान उसी समय भी पवित्र आत्मा उन सभी के ऊपर उतर किया है। പത്രോസിനോട് കൂടെ വന്ന യഹൂദന്മാർ പത്രോസിനോട് ചോദിച്ചു. पत्रोस के साथ आया हुआ यहूदी लोग पत्रोस से पूछने लगा, അവർ നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാകുന്നു എന്ന് വരികിൽ वह भी हमारे समान पवित्र आत्मा को प्राप्त किया हुआ है तो അവരെ വെള്ളം സ്നാനപ്പെടുത്താൻ കഴിയാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. उनको बपतिस्मा देने के लिए पानी को रोकने के लिए किसी को हो सकता है करके पूछा। അങ്ങനെ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. वैसा उन्हें यीशु मसीह के नाम से बपतिस्मा दिला। അങ്ങനെ 42-ാം വാക്യം വന്നപ്പോൾ ഈ കാര്യം ദേശത്തെല്ലാം പ്രസിദ്ധമായി. अब 42वां आयत में हम देखते हैं कि ये बात देश में पूरा फैल गया। അത് ഒരു ശവത്തിന്റെ നേരെ തിരിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സൗഖ്യം ജീവിപ്പിച്ചതാണ് അവിടുത്തെ സംഭവം.
वहां हम देखते हैं कि एक मुर्दा व्यक्ति के सामने घुटना टेक के प्रार्थना किया, उसको जीवन दिलाया। यह है वहां के संभव। മരിച്ചവരെ ഉയർപ്പിച്ച ഒരു മനുഷ്യനാ അദ്ദേഹം. हमें मरा हुआ व्यक्ति को जिलाया हुआ एक व्यक्ति है। ഇപ്പോൾ അദ്ദേഹം വന്ന് പാർക്കുന്ന ഒരു തോൽക്കൊല്ലന്റെ വീട്ടിലാ. अभी वो आकर रहता है कि एक चमड़ा का धंधा करने वाला व्यक्ति के घर में। തോൽക്കൊല്ലന് അവനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. हमें दूसरे चमड़ा का धंधा करने वाला व्यक्ति के साथ कई दिन वहां पर योपा में रहा। അപ്പോൾ പത്രോസിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. पत्रोस को पत्नी है और बच्चे लोग भी है। പത്രോസിന് നമ്മൾ യേശു പറയുന്ന പത്രോസിന് ഭാര്യയും മക്കളും ഉണ്ട്. हमने जो अभी कहता है यीशु मसीह के चेला पत्रोस, उनको पत्नी और बच्चे लोग है। പള്ളിക്കാര് പറയുന്ന പത്രോസ് അല്ലിത്. जो चर्च वाला बोलने वाला पत्रोस नहीं है ये। നമ്മൾ പ്രസംഗിക്കുന്ന പത്രോസിന് ഭാര്യയുണ്ട്. हम जो भाषण देता हुआ ये पत्रोस को पत्नी है। ആ ഭാര്യ ഉള്ളത് കൊണ്ടാണ് അമ്മായിയമ്മയ്ക്ക് ജ്വരം വന്നപ്പോ കർത്താവ് അത് സൗഖ്യമാക്കിയത്. उनको पत्नी होने के नाते उनके सास को जब बुखार हुआ है तभी प्रभु यीशु मसीह जाकर उन्हें चंगाई किया। പത്രോസിന് മക്കളുണ്ട്. पत्रोस के लिए पत्रोस के बच्चे लोग भी है। അതുകൊണ്ടാണ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. इसी कारण पौलुस पत्रियां लिखने के समय कहता है कि ये बालकों अपने माँ बाप को प्रभु में आदर करो। അത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ എത്ര നല്ലതായിരുന്നു പറഞ്ഞു. ये प्रभु का सेवक लोगों के जीवन में देखेगा तो कितना भलाई की बात है। കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ പത്രോസാണ് വന്ന് തോൽക്കൊല്ലന്റെ വീട്ടിൽ താമസിക്കുന്നത്. इसी पत्रोस आकर ये चमड़ा का धंधा करने वाला व्यक्ति के घर में ആ रहता है। വാക്യം തന്നെ രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട്. उसी में दो बात हम समझना है। ഒരു ദൈവത്തിന്റെ ദാസന് ഏത് പരിസ്ഥിതിയിലും എവിടെയും താമസിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. एक परमेश्वर का सेवक कौन सा भी अवस्था में, कौन सा भी जगह में, किसी भी रीति से रहने के लिए वो तैयार होना चाहिए। അത് ഏത് ദൈവദാസന്മാരെ വീട്ടിൽ സ്വീകരിക്കാൻ സന്മനസ്സുള്ളവർ കുടുംബമായി ഉണ്ടായിരിക്കണം. हमें कोई भी परमेश्वर का सेवकों को अपने घर में लेने के लिए हमें उन्हें अच्छा मन होना चाहिए। ഫിലിപ്പോസിന്റെ വീട്ടിൽ 4 പെൺപിള്ളാരുണ്ട്. फिलिपोस के घर में 4 लड़की लोग हैं। അവിടെ ഏത് ദൈവദാസന്മാർ വന്നാലും ഫിലിപ്പോസിന്റെ വീട്ടിലാ താമസം. वहां पर कोई भी परमेश्वर का सेवक लोग आएगा तो ये फिलिपोस के घर में ही रहता है। പൗലോസ് ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ അവിടെ ചിലരെ കണ്ടു. पौलुस एक जगह से जाने के समय वहां कई लोगों को देखा। പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുന്ന ആളോടാണ് പൗലോസ്. जो व्यक्तिगत हमें सुसमाचार प्रचार करने वाला व्यक्ति है पौलुस। പുഴവക്കത്ത് നിന്നപ്പോൾ ലുദിയായോട് സംസാരിച്ചു. वहां पर लुदिया से बातें किया। ഇവിടെ വായിക്കുമ്പോൾ ആ സംസാരിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ यहाँ पर हम देखते हैं कि वो बातें किया, वो विषय के बारे में हम देखेगा तो ആരോട് പോയി സുവിശേഷം പറയും? आप किसी से भी जाके सुसमाचार बोलता है। എവിടെ വേണേലും പോയി പറയും. कहां पर भी जाके बोलता है। താൻ ഇന്നാരോടെ പറയാമെന്ന് നിർബന്ധമൊന്നുമില്ല. हमें इन्हीं लोगों से सुसमाचार बोलना ऐसा कुछ ये नहीं है। അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് കരഞ്ഞ് നിലവിളിച്ച് പൗലോസ് യെരൂശലേമിൽ പോകരുതെന്ന് പറഞ്ഞു. ऐसा रहने के समय इन लोग रो रो के पौलुस को कहता है, पौलुस तुम यरूशलेम की ओर मत जाना। അമ്മ പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, पौलुस से परमेश्वर की आत्मा ने ऐसा कहा, ഞാനാണ് ഇതിനെ അധികാരപ്പെടുത്തുന്നത്, പോകോളാൻ പറഞ്ഞു. हमें मैंने तुम्हें अधिकार देता है, तुम जाओ। ഒരിക്കൽ പൗലോസ് പറഞ്ഞതാണ്, എന്റെ വസ്ത്രം എടുത്ത് കൊടഞ്ഞിട്ട് പറഞ്ഞു, ഇനി യഹൂദന്മാരെ നോക്കിയാൽ ജാതികളുടെ പോകുകയാണെന്ന് പറഞ്ഞു. एक बार पौलुस अपने वस्त्रों को हिलाकर ऐसा कहा है कि मैं यहूदी लोगों की ओर नहीं, मैं अभी जाति लोगों के पास जाएंगे। എന്നാൽ ആ പൗലോസിനോട് കർത്താവ് പറയുകയാണ്, लेकिन उसी पौलुस से प्रभु यीशु मसीह कहते हैं, നീ രാജാക്കന്മാരുടെ മുന്നിലും ഭരണാധികാരികളുടെ മുന്നിലും നിൽക്കേണ്ടവരാണെന്ന് പറഞ്ഞു. तो राजा और अधिकारी और लोगों के सामने मैं तुम्हें खड़ा करूंगा। അങ്ങനെ റോമിലേക്ക് പോയി. वैसा ही उसने रोम की ओर गया। കപ്പൽ ഛേദം വന്നു. जब उसके जहाज टूट गया, ഒരുപാട് പ്രശ്നത്തിനകത്തൂടെ അകപ്പെട്ടു. बहुत सारे समस्या से होकर उन्हें जाना पड़ा है। ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ പൗലോസിനെ അധികാരികളുടെ മുന്നിൽ കൊണ്ടു നിർത്തി. परमेश्वर की आत्मा जैसा उन्हें कहा है वैसा ही उन्हें अधिकारी लोगों के सामने परमेश्वर खड़ा किया। എന്നാൽ ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചവര്, ये परमेश्वर के दर्शन को प्राप्त किया वो लोग ശാരീരിക ജഡിക സുഖങ്ങളല്ല, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. हमें शारीरिक अभिलाषों इच्छाओं को पूरी करने के लिए नहीं है, प्रभु की आज्ञा पूरी करना है।
എന്നെ നേരിട്ടറിയാവുന്നവർക്കറിയാം, എനിക്ക് അനുഭവം പ്രാഗൽഭ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വിളിച്ചു പറയുന്നത്. मुझे जानने वाला लोग जानते हैं कि मुझे अनुभव है और मुझे बोलने के लिए हिया भाई, इसलिए मैं ये बातें करता हूँ। അങ്ങനെ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ എനിക്ക് കഴിയും. हमें वैसा ही अधिकार के साथ मुझे बोलने के लिए हो सकता है। അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. मैं मेरे बातों को यहाँ पर समाप्त करता हूँ। എവിടെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. जहाँ जगह लोगों को भोजन देकर आशीष किया है, वहां पर लोग भी आशीष पाया हुआ है। ഭക്ഷണ മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ്. जो भोजन है दूसरा लोगों को आमेन जो स्वाधीन करता है। അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് മക്കളെ അനുഗ്രഹിച്ചത്. अब्राहम, इसहाक, याकूब सब अच्छे से भोजन करने के बाद अपने संतानों को आशीष दिया है। പക്ഷേ നോഹയ്ക്ക് ഒരു തെറ്റ് പറ്റി. लेकिन नोहा को एक गलती हुआ है। മക്കളെ അനുഗ്രഹിക്കാൻ വിളിച്ചപ്പോൾ जो बच्चों को आशीष देने के लिए बुलाया, അവൻ തോട്ടമുണ്ടാക്കി വീഞ്ഞുണ്ടാക്കിയത് കൊണ്ട് കനാൻ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞു. आमेन, उसने जब बगीचा बनाकर जो दागरस बनाया, इसलिए आमेन जो करान श्राप दे करके कहा। എന്നാൽ യാക്കോബിന്റെ കാലം വന്നപ്പോ लेकिन याकूब का समय में आया, എല്ലാ മക്കളെ അരിക്ക വിളിച്ചു. सभी बच्चों को अपने पास बुलाया, ഓരോരുത്തർക്ക് കൊടുക്കേണ്ട അനുഗ്രഹം കൊടുത്തു. एक एक व्यक्ति को देने के अनुग्रह अलग अलग दे दिया। കൊടുക്കാനുള്ള അനുഗ്രഹം വ്യക്തിപരമായി കൊടുത്തു. जो देने के अनुग्रह था व्यक्तिगत तौर से दे दिया है। അവരെല്ലാം ഭക്ഷണം കഴിച്ച് തൃപ്തിയായിട്ടാണ് അനുഗ്രഹിച്ചിട്ടുള്ളത്. वो सभी लोग भोजन खाकर तृप्त होकर अनुग्रह दिया है। ഭക്ഷണം കൊടുത്താൽ വലിയ സ്വാധീനത ഉണ്ടാക്കും. आमेन, ऐसा जो भोजन खिलाता है उसके लिए बहुत कुछ आमेन काम हो जाता है। അങ്ങനെയാണ് തിരുവചനം ഇവിടെ വായിക്കുന്നത്. यहाँ पर परमेश्वर के वचन से हम यही पढ़ते हैं। കർത്താവിന് വേണ്ടി കൊടുത്തു മുടിഞ്ഞവരാരുമില്ല. प्रभु को देखकर आमेन नाश हो गया हुआ कोई भी नहीं है। കർത്താവിന് വേണ്ടി കൊടുത്ത അനുഗ്രഹം പ്രാപിച്ചവരെ ഉള്ളൂ ലോകത്തില്. प्रभु को देखकर आशीष पाया हुआ लोग ही है दुनिया में। ഇവിടെ ഈ ആളുടെ വീട്ടിലും അവർ താമസിക്കുക. यहाँ पर भी इन घर में इन लोग आके रह रहा है। രാവിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर दिया ये सुबह का समय दिया हुआ अच्छा अवसर के लिए परमेश्वर को धन्यवाद करता हूँ। നമ്മുടെ അനിൽ ഭാഷ കയറാഞ്ഞത് കൊണ്ട് സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയാൻ അവസരം കിട്ടിയത് കൊണ്ട് സ്തോത്രം. आमेन, मुझे ये बोलने के लिए अवसर मिला है। आज आने वाला जो प्रभु के दास नहीं आया, इसलिए प्रभु को धन्यवाद। എനിക്ക് തോന്നുന്നു ഇത് റെക്കോർഡാണ്. ഇത് 4 പേരെ കേൾപ്പിക്കാൻ വേണ്ടി അനിൽ ഭാഷ എന്ന് ദൈവം മാറ്റി നിർത്തിയതാ. आमेन, मुझे ऐसा लग रहा है कि 4 लोगों को इस बातों को सुनाने के लिए हमें अनिल पास्टर को आज रुका के रखा है। ഭാഷയെ ഇനി അവസരം കിട്ടിയാൽ തന്നാ മതി, ഇനി ഇതുപോലെ പറയാം. हमें पास्टर और अवसर मिलेगा तो देना, मैं ऐसे ही कहूंगा। ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु यीशु मसीह हम सबको आशीष करे। അവസരം ഒരുക്കി തന്ന ദൈവമക്കളോട് നന്ദി പറയുന്നു. സർവ്വദയാലുവായ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. अवसर दिया हुआ परमेश्वर के बच्चों को हमें धन्यवाद देता हूँ। सर्वशक्तिमान परमेश्वर सबको आशीष करे। आमीन।